നിങ്ങൾ കടുത്ത മോദി വിരോധിയായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ക്ഷമ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ പൊളിറ്റിക്സിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില ആൾക്കാരുടെ സ്മാർട്ട് വർക്ക്സിനെ എങ്ങനെയൊക്കെ അവർ ചെയ്തല്ലേ എന്നൊക്കെ കരുതി അപ്രീഷിയേറ്റ് ചെയ്യാനും അതിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു വീഡിയോ കാണാം. 2029 വരാൻ പോകുന്ന പാർലമെൻ്ററി ഇലക്ഷനിലും അവർ നല്ല മെജോറിറ്റി മേടിച്ചിട്ട് തന്നെ ജയിക്കും. ദ റൈറ്റ് വിങ് അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി. അതിന് വളരെ പ്രാധാന്യമുള്ളൊരു ബില്ല്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു ബില്ല് ഈ അടുത്ത് പാസ്സാവാൻ വേണ്ടി പോവുകയാണ്. അതായത് 2029 ആകുമ്പോഴത്തേക്കും, ആ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും 33% സീറ്റുകളിൽ സ്ത്രീകളാണ് ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെയാണ് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി പാസ്സായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽക്കൂടെയൊക്കെ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഒരു വോട്ട് ബാങ്ക് ആണ്, അല്ലെങ്കിൽ വോട്ട് ബേസ് ആണ് ലഭിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ വോട്ട് ബേസിൻ്റെ കാര്യം ഞാൻ അറിയുന്നിടത്തോളം അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടില്ല, അതെപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഇത് ഞാനൊക്കെ പണ്ട് മുതലേ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു നാട്ടിലൊരു റൈറ്റ് വിങ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ BJP, സാധാരണ രീതിയിൽ ആ നാട്ടിൽ ഇപ്പോൾ വെസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ സ്ത്രീകളെ അടിച്ചൊതുക്കി ഇരുത്തുന്ന ഒരു പരിപാടിയാണ് കണ്ടിട്ടുള്ളത്. അതായത് അവർ റൈറ്റ് വിങ് വരുമ്പം സ്ത്രീകളോട് നിങ്ങളുടെ ജോലി ഇതൊക്കെയാണ്, നിങ്ങൾ ട്രഡീഷണലായിട്ട് ജീവിക്കേണ്ട, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണുകയും രാഷ്ട്രീയം അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ റൈറ്റ് വിങ് അധികാരത്തിൽ വന്ന അപ്പം തൊട്ട് ഇവർ നാരീശക്തി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു എന്നുള്ളതല്ല, ഇവരതിനു വേണ്ടി പണിയെടുത്തിട്ട് നമ്മളൊക്കെ കാണുമ്പോൾ പുച്ഛിക്കുന്ന, പക്ഷേ പല സ്ഥലങ്ങളിലും വളരെയധികം അത്യാവശ്യമായിരുന്ന പല മാറ്റങ്ങളും കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉജ്ജ്വല എന്നൊക്കെ പറയുന്ന പദ്ധതി. ഈ ഉജ്ജ്വല എന്നൊക്കെ പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഗ്യാസ് ഉണ്ടായിരിക്കും, പക്ഷേ ഗ്യാസ് ഭയങ്കര ലക്ഷറി ആയിട്ട് കാണുന്ന ഒരുപാട് ജനങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ ഫ്രീ ഗ്യാസ് കണക്ഷൻ എത്തിച്ചിട്ട് രാവിലത്തെ തന്നെ ആ സ്ത്രീകളുടെ ബേർഡൻ ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചില്ലറ കാര്യമായിട്ട് തോന്നും, പക്ഷേ പുറമേ അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ്റെയൊക്കെ, ഐ തിങ്ക് അതാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ എല്ലാ വീട്ടിലും ടോയ്ലറ്റ്, നമ്മുടെ നാട്ടിലും ഉണ്ട്. ആ പദ്ധതി കൂടെ ടോയ്ലറ്റ് കിട്ടി 2.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലും ഉണ്ടായിരുന്നു. ഇത് ഒരു സ്ത്രീയുടെ ബേസിക് ഹൈജീൻ, വൃത്തി, ഇങ്ങനത്തെ സ്ത്രീയുടെ മാത്രമല്ല എല്ലാവരുടെയും, അതൊക്കെ ബാധിക്കുന്ന, അവരെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ പോട്ടെ, നമ്മുടെ നാട്ടിൽ ഈ മുദ്ര ലോൺ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എൻറോൾ ചെയ്തിട്ടുള്ളത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 70% എൻറോൾ ചെയ്തിട്ടുള്ളത് സ്ത്രീകളാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ ഇപ്പോൾ UN-ലൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്പോക്സ് പേഴ്സൺസ് ആയിട്ടുള്ളവരിൽ സ്ത്രീകളുടെ പ്രാധാന്യം ഭയങ്കരമായിട്ട് കൂടിയിരിക്കണം ഇവർ വന്നതിന് ശേഷം. ഇത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാനോട് റിറ്റാലിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ, ഇത് നയിക്കാനായിട്ട് ഈ ഗവൺമെൻറ് ഏൽപ്പിച്ചത് 2 സ്ത്രീകളെയാണ്. ബേസിക്കലി ഇവർ സ്ത്രീകളുടെ കാര്യം പറയാൻ മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നു. കാരണം ഇവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മുടെ രാജ്യം ഡെവലപ്ഡ് ആയിട്ട് കാണാമെന്നുള്ളതാണ്. ആൻഡ് അതിന് ഏറ്റവും കൂടുതൽ എംപവർ ചെയ്യേണ്ടത് സ്ത്രീകളെയാണെന്നുള്ളൊരു വാസ്തവം ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ഒരു വീട്ടിലെ ഒരു സ്ത്രീ എംപവേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ജനിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ അത്രയ്ക്കും വികസിച്ച വിവരമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും എന്നുള്ളൊരു ബോധ്യം ഇവർക്കുണ്ട് എന്നാണ് ഇവരുടെ ആക്ടിവിറ്റീസിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെങ്കിൽ കുറ്റം പറയാം, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മളതിനെ അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട് ഞാൻ എടുത്തു പറയണമെന്ന് ചോദിച്ചാൽ, ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് സ്ത്രീകൾക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്ന് പല ലെഫ്റ്റ് വിങ്ങുകാരും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടില്ല ഞാനൊന്നും. അപ്പം ഇത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ്, അതായത് ഹാർഡ് വർക്ക് ചെയ്യണം, ഈ സ്ട്രാറ്റജീസൊക്കെ മറ്റു പാർട്ടികളും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേതെങ്കിൽ നമ്മൾ എത്ര സ്ട്രോങ് ആയിരിക്കും.